മുരിങ്ങയിലൊക്കെ കിട്ടുന്ന സമയത്ത് അതൊന്ന് 1-2 പിടി മുരിങ്ങ എടുത്തിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലിടുക കേട്ടോ. അതിലേക്ക് നമ്മൾ 2-3 വെളുത്തുള്ളിയും അതുപോലെ 3 എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും നമ്മളിതിലേക്ക് ഒന്ന് കട്ട് ചെയ്തിടുക. പിന്നെ നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. പിന്നെ കുറച്ച് നല്ല ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, അതും കൂടി ചേർത്തിട്ട് നമ്മൾ ആദ്യം നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഫൈൻ പേസ്റ്റായിട്ട് നമ്മളതൊന്ന് അരച്ചെടുത്തിട്ട് വരിക കേട്ടോ. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക്, ഒരു ചീനിച്ചട്ടിയിലേക്ക് നെയ്യാണെങ്കിൽ നെയ്യ്, ബട്ടറാണെങ്കിൽ ബട്ടർ എടുക്കുക കേട്ടോ. ഞാൻ നെയ്യ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്നതിന് ഒരു 3-4 ടീസ്പൂണ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഈ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. കാരണം ഈ ഒരു മുരിങ്ങ ഇലയെല്ലാം തന്നെ നന്നായി ഒന്ന് വേകാനായിട്ട്, നന്നായി ഒന്ന് വെന്ത പച്ചമണമെല്ലാം പോയതിന് ശേഷം നമ്മളതിലേക്ക് ഏത് റൈസാണോ നമ്മൾ ഇടുന്നത്, ഇതിൽ മട്ടരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ആ മട്ടരി ഇതിലേക്ക് കുറച്ച് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇതിന് ഈ ഒരു റൈസിന് നമുക്ക് പ്രത്യേകിച്ച് കറിൻ്റെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ആക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. മുരിങ്ങ കഴിക്കാത്തവരൊക്കെ ആണെങ്കിലും ഇങ്ങനെ ആക്കുമ്പോൾ കഴിക്കും. അതുപോലെ തന്നെ മുട്ട ഓംപ്ലേറ്റ് ഇടുമ്പോൾ, ദോശ ഉണ്ടാക്കുമ്പോൾ, അപ്പം ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മളിതൊന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ മുരിങ്ങ കഴിക്കാത്തവർക്കാണെങ്കിലും അവർ കഴിച്ചു പോകും. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്.